മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന് എന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നാം ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കാം. അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കൃപകൾ കൊണ്ട് നിറയും. പരിശുദ്ധ അമ്മയെ ഞങ്ങൾ അമ്മയോട് യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇന്നത്തെ നിയോഗം മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരായിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അത് കൂടുതൽ മറ്റുള്ളവർക്കും ലഭിക്കേണ്ടതാണ് എന്ന ബോധ്യം. എനിക്ക് മാത്രം ലഭിച്ചാൽ പോരാ, മറ്റുള്ളവർക്കും ലഭിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ ആയിത്തീരാൻ പലരും സ്വന്തം കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം എന്ന ചിന്തയിലേക്ക് നയിക്കപ്പെടാൻ നമുക്ക് നമ്മെ എല്ലാവരെയും സമർപ്പിച്ച് ആ നിയോഗത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് കാതോർക്കാം. ഈശോ ഇന്ന് എന്താണ് എന്നോട് പറയുന്നത്? എന്നിലൂടെ എന്താണ് ഈശോ പ്രവർത്തിക്കാൻ പോകുന്നത്? ഈ ദിവസം മുഴുവനും ഈശോ എന്നോട് ചേർന്ന് നിൽക്കണമേ. ഈശോയുടെ വചനത്തോട് ഞാൻ എപ്പോഴും ആഭിമുഖ്യമുള്ളവനായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഒരുങ്ങാം. മർക്കോസിൻ്റെ സുവിശേഷത്തിനുള്ള വായന അധ്യായം 8, തിരുവചനം 1 മുതൽ 10 വരെ. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോടുകൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജനപ്രദേശത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്ന് അവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു.
അവൻ അവയും ആശീർവദിച്ചു, വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമനൂത്ത പ്രദേശത്തേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയായിരുന്നു ഈ പ്രഭാതത്തിൽ. എന്താണ് ഈശോ ഇന്ന് എന്നോട് പറയുന്നത്? ഈശോ ജനക്കൂട്ടത്തെ നോക്കിയിട്ട് അവരോട് പറയുന്നത്, ശിഷ്യന്മാരോടാണ് വിളിച്ചു പറഞ്ഞത്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഈശോയ്ക്ക് അനുകമ്പ തോന്നാൻ കാരണം എന്താണ്? അവർക്ക് പാർപ്പിടമില്ല എന്നുള്ള ചിന്തയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു പല കാര്യങ്ങളും അവർക്കില്ല എന്നുള്ളതൊന്നും അല്ല. നമ്മൾ സാധാരണയിൽ പറയുന്നത് പോലെ സമ്പത്തില്ല, അല്ലെങ്കിൽ വീടില്ല, ഇതൊന്നും അല്ല. അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് ഈശോ ചിന്തിച്ചത്. എന്താണ് അനുകമ്പ തോന്നാൻ കാരണം? അവർ 3 ദിവസമായിട്ട് യേശുവിനോട് കൂടെയുണ്ട്, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. 3 ദിവസമായിട്ട് കൂടെയുണ്ട്, പലരും ക്ഷീണിച്ച് വീണേക്കാം, വീഴുകയും ചെയ്തിട്ടുണ്ടാവാം. ഇവർക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിക്കണം. ഈശോ ഭക്ഷണ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, അതും ഭക്ഷിക്കാനില്ലാത്തവൻ്റെ കാര്യത്തെക്കുറിച്ച്. ഭക്ഷിക്കാനില്ലാതെ വരുന്ന ഒരവസ്ഥ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഭക്ഷിക്കാൻ കിട്ടാത്ത എത്രയോ പേരാ ഉള്ളത്. എന്നാൽ നാം എല്ലാം സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുന്നവരല്ലേ? നാം ഭക്ഷിക്കുക മാത്രമല്ല, നാം എത്രയോ മിച്ചം വയ്ക്കുന്നു. മിച്ചം വയ്ക്കുന്നത് മറ്റാർക്കെങ്കിലും ഉപകരിക്കുന്ന വിധത്തിലാണോ? അല്ല. അത് കുഴിച്ചു മൂടുന്ന അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. പലരും അത് കുഴിച്ചു മൂടുന്നില്ല, പിന്നെ എന്താണ്, വലിച്ചെറിയുകയാണ്. അത് മറ്റുള്ളവരുടെ പറമ്പിലേക്ക്, അല്ലെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ശല്യം കിട്ടാത്ത വിധത്തിൽ, എനിക്കിതുകൊണ്ട് ദുർഗന്ധമുണ്ടാകരുത്, എനിക്ക് മാറാ രോഗങ്ങളുണ്ടാകരുത്, ഈ അവശിഷ്ടം വല്ലവൻ്റെയും പറമ്പിലോ എവിടെയെങ്കിലും ചെന്ന് ചേർന്നോട്ടെ, എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നാം എല്ലാം എത്തിച്ചേർന്നിട്ടില്ലേ എന്ന് സംശയിക്കണം. നമ്മുടെ സംസ്കാരം എന്തോ മാറിപ്പോയതുപോലെ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ. യേശുവും 1 ദിവസമായിട്ട് അവിടെ ഉണ്ടെങ്കിലും എനിക്ക് ഭക്ഷിക്കണം, എനിക്ക് വിശക്കുന്നു എന്ന് യേശു പറഞ്ഞോ? എനിക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവരെല്ലാം പറഞ്ഞു വിട്, എനിക്ക് ഭക്ഷണം ലഭിക്കണം, അതിനുശേഷം ഞാൻ പ്രസംഗിക്കാം എന്നാണോ പറഞ്ഞത്? അല്ല. തൻ്റെ ഭക്ഷണത്തെക്കുറിച്ചോ തൻ്റെ ജീവനെക്കുറിച്ചോ ഒന്നും അല്ല ഈശോയ്ക്ക് ആവലാതി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ജീവനെക്കുറിച്ച്, യേശുവിൻ്റെ ജീവനെക്കുറിച്ചുള്ള ചിന്തയല്ല. ആകുലചിത്തനായിരുന്നില്ല ഈശോ. ഈശോയുടെ ആകുല ചിത്തം മുഴുവനും മറ്റുള്ളവരെക്കുറിച്ചായിരുന്നു. തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ജനത്തെക്കുറിച്ചായിരുന്നു. തൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ യേശു വചനപ്രഘോഷണം നിർത്തി. എന്നിട്ട് എന്താ പറയുന്നത്? അവർക്ക് ഭക്ഷിക്കാൻ എത്തിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പക്കൽ എത്ര എപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ 7 എന്നവരോട് പറഞ്ഞു. അപ്പോൾ ഈ വിജനപ്രദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ജനത്തിന് എങ്ങനെ അപ്പം കൊടുക്കാൻ ഈ 7 അപ്പം കൊണ്ട് എങ്ങനെ സാധിക്കും? ഈശോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഭക്ഷിക്കാനായിട്ട് ഒരു ഭവനത്തിലേക്കായാലും കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചിട്ടില്ല എങ്കിൽ പോലും
നമ്മൾ നമ്മുടെ ഭക്ഷണമെടുത്ത് അവർക്കും കൂടി വിളമ്പുമ്പോൾ അതിൽ അവരെക്കാൾ കൂടുതൽ തൃപ്തരാവുന്ന നമ്മൾ തന്നെയല്ലേ? ചിലപ്പോൾ നമ്മൾ ഭക്ഷിച്ചിട്ടുണ്ടാവില്ല. ചില അമ്മമാരുണ്ട് അങ്ങനെ. അവർ ഒരിക്കലും അവരുടെ തൃപ്തിയല്ല, മറ്റുള്ളവരുടെ തൃപ്തിയാണ്. അമ്മമാരെല്ലാം അങ്ങനെ തന്നെയാണ്. മക്കളുടെ തൃപ്തിയാണ്. മക്കൾക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കും. അമ്മ പറയും എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ കഴിച്ചു, എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്ന് ഒഴുകഴു നടത്തിയിട്ട് മക്കൾ ഭക്ഷിക്കുന്നത് കണ്ട് തൃപ്തി അടയുന്ന അമ്മമാരില്ലേ? ഇപ്പോഴും ഉണ്ട് ഈ കാലഘട്ടത്തിൽ. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാർ. ഭക്ഷണം എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ബിരിയാണി കഴിക്കണം, എല്ലാ ദിവസവും സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഭൂഷണമായിത്തീരും എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. സാധാരണ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത വ്യക്തികളെ നമ്മൾ ഓർക്കണം അനുദിനം. ഈ പ്രഭാതത്തിൽ ഓർക്കുക, എത്രയോ പേര് ഭക്ഷണമില്ലാതെ കഴിയുന്നവരുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാനില്ലാത്തവർ ഇന്നും ഈ ലോകത്തുണ്ട്. അപ്പോഴാണ് നാം ഇവിടെ വിഭവമായ ഭക്ഷണത്തോടുകൂടി അതും ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കുകയും മേടിക്കുകയൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോയി കളയുന്നത്. നമ്മുടെ വയറ് പോലും നോക്കുന്നില്ല, അതിൽ കൂടുതൽ മേടിക്കും. ഇപ്പോൾ മേടിക്കുകയാണല്ലോ, വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന പരിപാടികൾ കുറഞ്ഞു. എല്ലാം പോയി മേടിച്ചുകൊണ്ട് വരിക, കഴിക്കുക. അതും ആവശ്യത്തിൽ കൂടുതൽ മേടിക്കുക, എന്നിട്ട് കൊണ്ട് കളയുക. ചില കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേണ്ട, അപ്പം തന്നെ തൃപ്തിയായി, നിറഞ്ഞു, പിന്നെ കളയുക. വയററിഞ്ഞ് വേണം ഭക്ഷണം ഒരുക്കാനും ഭക്ഷണം മേടിക്കാനും ഭക്ഷണം കഴിക്കാനും. ഓർക്കുക, ഓരോ ഭക്ഷണവും നമ്മൾ കഴിക്കുമ്പോൾ എത്രയോ പേര് ഇന്ന് ഈ ദിവസം ഭക്ഷണമില്ലാതെ കഴിയുന്നവരുണ്ട് എന്നൊരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ തീർച്ചയായും അതനുസരിച്ച് മാത്രമേ നാം ഭക്ഷിക്കൂ. ഈശോ അതാണ് പറഞ്ഞത്. തൻ്റെ അടുത്തേക്ക് വന്ന ജനത്തോടാണ് ഈശോയ്ക്ക് അനുകമ്പ തോന്നിയത്. തന്നെക്കുറിച്ചോ തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചോ അല്ല ഈശോ പറയുക. തന്നോട് ചേർന്ന് നിൽക്കുന്ന ജനം, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരു പരാതി പോലും ഇല്ലാതെയാണ് ഈശോയോട് അവർ ചേർന്ന് നിന്നത്. 3 ദിവസം ഈശോയോട് ചേർന്ന് നിന്നൊന്നും ഒരു പരാതിയുമില്ലാതെ അവരെയാണ് ഈശോ ചേർത്ത് പിടിക്കുന്നത്. നാം പലപ്പോഴും പരാതിയുണ്ട്, നമുക്കെപ്പോഴും പരാതിയാണ്. എത്രമാത്രം ഭക്ഷണം ഉണ്ടെങ്കിലും പരാതിയാണ്. അതിന് ടേസ്റ്റ് ഇല്ല, അതിന് രുചിയില്ല, അല്ലെങ്കിൽ ഇത് കൊള്ളില്ല, വായി വയ്ക്കാൻ കൊള്ളില്ല, ഉപ്പാണ്, അല്ലെ മധുരമാണ്, അല്ലെ കയ്പ്പാണ്, ചവർപ്പാണ്. എന്തെങ്കിലും കുറ്റം കണ്ട് നാം ഭക്ഷണത്തെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയില്ല, നിങ്ങൾക്ക് വിശപ്പില്ല. വിശപ്പുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് രുചിയുണ്ടാവും. വിശപ്പാണ് രുചി. വിശപ്പില്ലെങ്കിൽ ഒരു ഭക്ഷണത്തിനും രുചി ഉണ്ടാവില്ല, എത്രമാത്രം നല്ല ഭക്ഷണമാണെങ്കിൽ. അപ്പം അതുകൊണ്ട് വിശപ്പാണ് പ്രധാനപ്പെട്ടത്. ആ വിളിയുണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. വിശപ്പില്ലാത്തവൻ കഴിച്ചാൽ അതവൻ്റെ ശരീരത്തിൽ പിടിക്കില്ല, മാത്രമല്ല അവനതുകൊണ്ട് പ്രയോജനം പോലുമില്ല. മറ്റുള്ളവരുടെ ഭക്ഷണം നാം അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധ്യം ഈശോ നമുക്കിന്ന് തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കുന്നുണ്ട്. ചെറുക്ക് യാതൊരു ബഹുമാനവും ഇല്ല ഭക്ഷണത്തോട്. ഈശോ എത്രമാത്രം ബഹുമാനത്തോടെയാണ് ആ ഭക്ഷണത്തെ കാണുന്നത്. 7 അപ്പം എടുത്ത് കൈകളിലെടുത്ത് അത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞ് എന്നിട്ട് അവർക്ക് വിളമ്പുകയാണ്. ഈശോയാണ് വിളമ്പി കൊടുക്കുന്നത്. അവർ ശിഷ്യന്മാർ സഹായിക്കുന്നു. എത്രമാത്രം ഭവ്യതയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ അവർക്ക് നൽകുക. ഭക്ഷണം എപ്പോഴും സ്നേഹത്തോടെ, സന്തോഷത്തോടെ നൽകേണ്ട കാര്യം, ദുഃഖത്തോടെയോ അല്ലെങ്കിൽ വെറുപ്പോടെയോ നൽകേണ്ട കാര്യമല്ല. ചിലർ ഭക്ഷണം കൊടുക്കും, പലർക്കും ഒരു താല്പര്യമില്ല, പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നവർ. സഹായിക്കുകയാണ്, ദരിദ്രരെ സഹായിക്കുക എന്ന് പറയും. അവർ തിരിഞ്ഞു നിന്നായിരിക്കും കൊടുക്കുന്നത്. സന്തോഷത്തോടെ കൊടുക്കാൻ, സ്നേഹത്തോടെ നൽകാൻ, സംതൃപ്തിയോടെ നൽകാൻ
അങ്ങനെ അവർ വിശക്കുന്നവരാണ്, വിശപ്പ് അകറ്റാൻ അവരെ സഹായിക്കുന്നു എന്നുള്ള ചിന്തയോടെ ആ വിശുദ്ധിയോടെ നൽകാൻ സാധിക്കുക. വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യപ്പെടേണ്ട വസ്തുവാണ് ഭക്ഷണം. കാരണം അത് ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്ന, നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത്, അസുഖമുണ്ടാകാതിരിക്കാൻ കൂടുതൽ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി സ്തുതികൾ അർപ്പിക്കുവാൻ, നന്ദി പറയുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, അങ്ങനെ നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുക. അല്ല രോഗം വരാൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമോ? ചിലർ കഴിക്കുന്നത് അങ്ങനെയാണ്. കാരണം ആവശ്യമില്ലാത്ത എല്ലാം മേടിച്ച് കഴിക്കും, രോഗം വരും. നമുക്കറിയാം രോഗം വരുമെന്നറിയാം. അതൊക്കെ കഴിച്ച് ഇത് കഴിച്ചാൽ അസുഖമാണ്, അല്ല ഇന്നടുത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ അസുഖമാണ് നമുക്കറിയാം. അതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭക്ഷണ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുക. വിശുദ്ധിയോട് കർമ്മം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, സംതൃപ്തിയോട്. അപ്പോൾ അതിന് ദൈവകൃപ നമുക്ക് ആവശ്യമാണ്, ഈശോയുടെ സാന്നിധ്യം ആവശ്യമാണ്. ആ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ, ഈശോയെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ശരിക്കും ദൈവമേ നീ നൽകിയതാണെന്ന ബോധ്യത്തോടെ, ഇത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യത്തോടെ ആഹരിക്കുമ്പോൾ അത് ശരീരത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൃപ അതിലൂടെ നമുക്ക് ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് മറ്റുള്ളവരെ സഹായിക്കുവാൻ, ഭക്ഷണം നൽകി സഹായിക്കുവാൻ, ഭക്ഷണത്തോട് ബഹുമാനം കാണിക്കുവാൻ, ആദരവോടെ അത് സ്വീകരിക്കുവാൻ, ആവശ്യമുള്ളത് മാത്രം ആഹരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുവാനും ആവശ്യമില്ലാതെ ഭക്ഷണം കൂട്ടിവെച്ചത് മോശമാക്കി വലിച്ചെറിയപ്പെടാതിരിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ അനുദിനം ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. എത്രയോ പേരെ സഹായിക്കുന്നുണ്ട് ഭക്ഷണം നൽകി. അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ ഉണ്ടായിട്ടല്ല നൽകുന്നത്, ഉള്ളതിൽ നിന്ന് പങ്കുവെച്ച് നൽകുന്ന എത്രയോ പേരാണ്. അവരെല്ലാം കർത്താവെ കാത്തുള്ളണമേ, പരിപാലിക്കണമേ. സകല വിശുദ്ധരെ അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കടന്നു പോകുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, കുടുംബങ്ങളുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ അവരുടെ കൂടെ ആയിരുന്നു സഹായിക്കണമേ. ഔസേപിതാവേ അവർക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, പുണ്യവാന്മാരെ, പുണ്യവതികളെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, ഇടവക മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭക്ഷണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ, വന്ദകരെ, മലാഹമാരെ, മുഖ്യദൂതന്മാരെ, സ്രവന്മാരെ, ക്രോവന്മാരെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഹായെ നന്മയിൽ നയിക്കപ്പെടാൻ, പ്രത്യേകിച്ച് മറ്റുള്ളവരെ അവരുടെ അനുകമ്പ കാണിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ നല്ല വഴിയിൽ നീ നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണസാഗര ദൈവസുതാ, അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ, അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. അന്നു കാൽവരി മേലെ മേയിൽ ദാരുണം പീഡയേറ്റു നീ. ദിവ്യഗാത്രത്തിലേറ്റ മുറിവുകൾ എന്റെ പാപങ്ങൾ ഹേതുവാലേ, എന്റെ പാപങ്ങൾ ഹേതുവാലേ. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ, ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. ലോക പാപങ്ങളേറ്റു നീയന്നു രക്ഷ നൽകിയുന്നൂഴിയിൽ. കനിവു കാട്ടുന്നു നാഥ നീയെന്നും, നിന്നെ ഞാൻ മറക്കുന്ന നേരവും, നിന്നെ ഞാൻ മറക്കുന്ന നേരവും. അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ, അതിരു കാണാത്ത സ്നേഹമേ മണ്ണിൽ ആത്മദാനമായി തീർന്നു നീ. പാപം നീക്കാൻ മുൾമുടി ചൂടിയ കരുണാസാഗര ദൈവസുതാ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ ഈ ദിവസം മുഴുവനും ശ്ലൈക സിംഹാസനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഉണ്ടാകാനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, എന്നെ കേൾക്കുന്നവർ, കാണുന്നവർ, അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുണ്ട്, അവരെയെല്ലാം ഓർത്ത് ആർക്കെല്ലാം ആശീർവാദം ആവശ്യമാണോ അവരെയൊക്കെ ഓർക്കുക. അവർക്കെല്ലാം കർത്താവ് ഇതിൻ്റെ ആശീർവാദം നൽകുവാൻ, ആശീർവാദം സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മാർപ്പാപ്പായോടും കർദിനാളുമാരോടും മെത്രാപൊലീത്തമാരോടും മെത്രാന്മാരോടും പുരോഹിതരോടും ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രഭാത വിരുന്നിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നന്ദി പറയുകയാണ്. ഇനിയും ആരെങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെയും ഈ കൂട്ടായ്മയിലേക്ക് വിളിക്കുക, ക്ഷണിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മ ഇവിടെയുണ്ട്. മരിയൻ കൂടാരത്തിലിരുന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരെയും ഓർക്കുക, അവർക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാപിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കൂട്ടായ്മയിൽ വളരാനായിട്ട് പ്രത്യേകിച്ച് ഈ ദിവസം ദൈവം നൽകിയതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി.